കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഇന്ന് അലങ്കാരമായിട്ട് കളഭാലങ്കാരമായിട്ട് ഇരിക്കുന്നത് എന്നറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ ഏകാശി വിളക്കിൻ്റെ ആ ഒരു സമയമാവുകൊണ്ട് നിത്യേന തിരക്ക് തന്നെയാണ്. അതുപോലെ ഭഗവാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സമയം. കാരണം എന്താ വെച്ചാൽ ആനയും അമ്പാരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിത്യേന രണ്ട് നേരം വാദ്യഘോഷങ്ങളും എല്ലാം അങ്ങനെ കാണുമല്ലേ. അപ്പോൾ ഉണ്ണിക്കണ്ണനാണെങ്കിൽ ആനയൊക്കെ ഇങ്ങനെ ആനപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് വരാനൊക്കെ വളരെ സന്തോഷമാണല്ലോ. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ വളരെ സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാണാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കാം. അതോടുകൂടി മഞ്ജുള വാര്യസ്യാരെ ഒന്ന് സ്മരിച്ച് നമ്മൾ നേരെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ പോവുക. അവിടെ വന്നിട്ട് എല്ലാവരെയും അങ്ങനെ ഗണേശനെ തൊഴുക. അങ്ങനെ 4 പ്രാവശ്യത്തൊന്നും നമുക്ക് സുഖമായിട്ടുള്ള ദർശനമാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങനെ വാതിൽപ്പടി ഗോപുരവാതിലിന് കയറാം. ഗോപുരവാതിൽ കയറിയിട്ട് അങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അലങ്കാരമൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടിമരം, അതിൻ്റെ മുന്നിലുള്ള ആ വലിയ ബലിക്കല്ല്, അതേപോലെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ അതിങ്ങനെ സ്വർണം പതിച്ചത്, അതേപോലെ നടുക്കുള്ള ലക്ഷ്മി ദേവീനെയും ഒക്കെ കണ്ട് തൊഴുത് വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ കെടാവിളക്കൊക്കെ കാണാം. വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരത്തെ ഒന്ന് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അതിവിശേഷമായ കാഴ്ച, നിറയെ പ്രകാശം. ആ പ്രകാശത്തിലിങ്ങനെ ഭഗവാന്റെ കാലിൻ്റെ മുകളിലെയും കയ്യിൻ്റെ മുകളിലെയും ഉള്ള സ്വർണ്ണങ്ങളും ഒക്കെ ഇങ്ങനെ തിളങ്ങുക. അപ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യം തന്നെ ഒരു പാമ്പിനെ കാണുന്നു. പാമ്പിൻ്റെ 5 തലകൾ കാണാനുണ്ട്. കാളിയം പാമ്പാണ് കേട്ടോ. ആ 5 തലകൾ ഇങ്ങനെ പട്ടുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫണം ഇങ്ങനെ വിടർത്തി നിൽക്കണു. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ വലത്തെ കാലുകൊണ്ട് ഒരു ഫണത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചവിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കാൽത്തളകൾ കാണാനുണ്ട്. ആ കാൽത്തളകൾ ഇങ്ങനെ 2 കാലിൻ്റെയും കാൽത്തളകൾ കാണാനുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഇടത്തെ കാലിങ്ങനെ പൊന്തിച്ച് നിൽക്കണു, വലത്തെ കാലിങ്ങനെ അമർത്തി ചവിട്ടിയിട്ടുണ്ട്, നൃത്തം ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഫണത്തിൻ്റെ മുകളിൽ ചവിട്ടി അടുത്ത ഫണത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചവിട്ടി ചാടി നൃത്തം ചെയ്യുന്ന പൊന്നുണ്ണിയാണ് കേട്ടോ. ആ കാളിയ മർദ്ദന രൂപിയാണ്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ പട്ട് കോണകം ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുകളിലൊരു അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, അതേപോലെ 5 ഗോപീതിലകം വെച്ചിട്ടൊരു മാല, അതിൻ്റെയാണ് എത്ര തിളക്കട്ടോ. ആ നെയ്വിളക്കിൻ്റെ പ്രഭയും ആ ഗോപീതിലകത്തിൻ്റെ ആ ഒരു പ്രഭയും കൂടിയിട്ടാണ്. പിന്നെ എങ്ങനെയാ വെച്ചാൽ വലത്തെ കൈ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് ആ പൊന്നോടക്കുഴലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രഭയാണ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നത്. നമ്മൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ കാണുന്നത് ഏതാണ് തിളങ്ങാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ നോക്കി വരുമ്പോൾ ഇടത്തെ കയ്യിലാണെങ്കിലോ ആ കാളിയൻ പാമ്പിൻ്റെ ആ വാലും ചുരുട്ടി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതാണ് ആ ഒരു കാഴ്ച. ചെറിയ ഉണ്ണിയാണ് കേട്ടോ, പക്ഷേ എന്തായാലും നല്ല രസമായിട്ട് പുഞ്ചിരിച്ച മുഖത്തോടെ തന്നെയാണ് നൃത്തം ചെയ്യുമ്പോഴും ആൾ നന്നായിട്ട് സന്തോഷവാനായിട്ടാണ്. ഞാനൊരു പാമ്പിൻ്റെ പുറത്ത് പണത്തിൽ ചവിട്ടിയിട്ട് നൃത്തം ചെയ്യുക എന്നുള്ള ചിന്തയൊന്നുമല്ല. ആളിങ്ങനെ വളരെ മനോഹരമായിട്ട് നൃത്തം ചവിട്ടുക. അപ്പോൾ അതാണ് കാണുന്നത്. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ആ പീലിത്തിരുമുടി ഇങ്ങനെ കളപ്പം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, നല്ല പീലി ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലിങ്ങനെ തിരുമുടിമാല 2 ഉണ്ട്. വെളുത്ത പൂവ്, തുളസി, തെച്ചി, അതേപോലെ തന്നെ വെളുത്ത പൂവ്, തെച്ചി അങ്ങനെയുള്ളത്. അതേപോലെ ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ ഒരൊറ്റ ഉണ്ടമാലയേ ഉള്ളൂ, അത് നല്ല വലുപ്പമുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ ആ വെളുത്ത പൂവ്, തുളസി, തെച്ചി ആയിട്ടങ്ങനെ, പിന്നെ വീണ്ടും വെളുത്ത പൂവ്, തുളസി, തെച്ചി അങ്ങനെ തന്നെ. അതേപോലെ അങ്ങനെ കുറേശ്ശെ ചെറിയതായിട്ടുള്ള നല്ല തിക്കിലുള്ള മാലകൾ. അങ്ങനെയാണ് ആ കാഴ്ച കേട്ടോ.
അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. ആ മനസ്സുകൊണ്ട് അവിടെ ആ ഭഗവാന്റെ സമക്ഷത്തിലെത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണെന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. എല്ലാവരും തൊഴുതോളൂ കേട്ടോ. ആ ഗുരുവായൂരപ്പനെ അങ്ങനെ മനസ്സിൽ വിചാരിച്ച് ആ കാളിയമർദ്ദന രൂപിയെ, ആ പൊന്നുണ്ണിക്കണ്ണനെ അങ്ങനെ കണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും തൊഴുതോളൂ. അവനവൻ്റെ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ അവിടെ പങ്കുവെച്ചോളൂ. അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ തിടപ്പള്ളി നോക്കി തൊഴാം. അതേപോലെ ആ ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയും കണ്ട് തൊഴുത് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ കുറച്ചൊക്കെ തിരക്കുണ്ട്, എന്നാലും നമുക്കതിലെങ്ങനെ പോവാം. അങ്ങനെ ഗണേശനെ കാണുമ്പോൾ മുഖത്തൊക്കെ ചാർത്തിയിട്ടുണ്ട്. ചന്ദന ചാർത്ത് നന്നായിട്ട് ആയിട്ടുണ്ട്, മുഖം ആയിട്ടുണ്ട്. അതേപോലെ കൊമ്പ് തുമ്പിക്കൈയൊക്കെ നന്നായിട്ടുണ്ട്. അതേമാതിരി ആ കുമ്പയൊക്കെ നന്നായിട്ട് വീർത്ത് അതൊക്കെ ഇങ്ങനെ കാണാനുണ്ട്. നല്ല രസമായിട്ടുണ്ട്. പിന്നെ പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. ഒരു മഞ്ഞ പട്ടങ്ങനെ അതിൻ്റെ മുകളിൽ ചുറ്റിയിട്ടുണ്ട്. കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്. അപ്പോൾ ഗണേശനെ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. അപ്പോൾ പുതിയ ഫോട്ടോ അങ്ങനെ ഉണ്ട്. അതിന് മുകളിലൊരു വെളുത്ത പൂവിൻ്റെ മാല ഉണ്ട്. പിന്നെ കിടാവൾക്ക് കത്തുന്നുണ്ട്. ഇപ്പോൾ സരസ്വതി ദേവീനെ പ്രാർത്ഥിച്ചോളൂ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കാണാം. അതൊന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴാം. പിന്നെ മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. വാമനരൂപവും ഗജേന്ദ്രമോക്ഷവും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുത് അവിടെ പത്മനാഭസ്വാമിയുടെ അവിടെ നിറയെ പൂക്കളുണ്ട്. വലിയ വലിയ ഉണ്ടമാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതൊക്കെ കണ്ട് തൊഴുത് കാലിൻ്റെ കാൽപാദത്തിൽ അവിടെ വന്ന് നിന്ന് നമുക്ക് തൊഴാം. അതിനുശേഷം ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരം കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ഉഗ്രരൂപിയായ നരസിംഹത്തിനെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് പിന്നീട് നമ്മൾ വരുന്നത് ബാക്കിയുള്ള വിഗ്രഹങ്ങൾ, ദശാവതാര വിഗ്രഹങ്ങൾ, ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴാം. അതും കഴിഞ്ഞ് ആ കണ്ണനെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മളിങ്ങനെ മുരുകനെ കണ്ടു തൊഴാം. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് എത്തുക. അവിടെ നിന്നിപ്പോൾ അധികം മാലകളൊന്നുമില്ല, കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് കാളിയമർദ്ദന രൂപം രാധാകൃഷ്ണനെയും അതേപോലെ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് അവിടുന്ന് തന്നെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം നോക്കി തൊഴാം. പിന്നെ ആ നൃത്ത അറയും മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വാസുദേവരെയൊക്കെ കണ്ട് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് ചന്ദനവും തീർത്ഥവും കൊടുക്കുന്ന അവിടുന്ന് അതൊക്കെ വാങ്ങി എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ പോവാം. അങ്ങനെ അവിടെ എത്തുമ്പോഴൊക്കെ തിരക്കുണ്ട്, എന്നാലും നമുക്കതിലേ ഇങ്ങനെ പോവാം. അങ്ങനെ എത്തി വരുമ്പോൾ നിറയെ പൂക്കളാണ് കാണുന്നത് കേട്ടോ. ഒരുപാട് പൂക്കൾ, മാലകളും ഒക്കെ ആയിട്ട്. അരയ്ക്ക് മേലേക്ക് ആ ഗോളകയാണ്, ബാക്കി മാലകളാണ് ധാരാളം. അതിൻ്റെ മുകളിൽ സ്വർണത്തിൻ്റെ വലിയ സ്വർണ്ണമാലകളുണ്ട്, കാശിമാലകൾ ചാർത്തിയിട്ടുണ്ട്. ആ കിരീടത്തോടു കൂടിയ ആ ഗോളകയാണ്. അപ്പോൾ അമ്മേനെ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മളങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ തിരിഞ്ഞ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കുക. എന്നിട്ട് മമ്മിയൂർ പോയി ദർശനം കിട്ടുന്ന പോലെ നമ്മൾ മനസ്സിൽ
മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂർ പോയ ദർശനം കിട്ടിയ പോലെ ആവും. അതിനുശേഷം നമ്മൾ വീണ്ടും ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. അങ്ങനെ അവിടുന്ന് തൊഴുത് നമസ്കരിച്ച് നമ്മൾ വീണ്ടും കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് കടാവിളക്ക് കണ്ട് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവിടെയും ധാരാളം പൂക്കളാണ് കാണാനുള്ളത്. മുകളിൽ കിരീടം വെച്ചിട്ടുണ്ട്, അതേപോലെ ആ മുഖമൊക്കെ ചാർത്തിയിട്ടുണ്ട്, ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, നല്ല കാശുമാല ചാർത്തിയിട്ടുണ്ട്, സ്വർണത്തിൻ്റെ കടുക്കനൊക്കെ അങ്ങനെയാണ്, കാതിൽ കടുക്കനൊക്കെ ആയിട്ടുണ്ട്, ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ ഗരുഡധ്വജനെയൊക്കെ കണ്ടു തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. അങ്ങനെ അതിനുശേഷം നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം, കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് നമ്മൾ വീണ്ടും ഭഗവതി നടയിൽ വന്ന് അവിടെ ഒന്ന് തൊഴുത് പിന്നീട് വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിൽ വന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ പ്രകാശധാര ഇങ്ങനെ കാണാം. വന്ന് കണ്ട് ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ തെക്കേ നടയിലേക്ക് പോയിരുന്നു. തെക്കേ നടയിൽ വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ലഭിക്കട്ടെ. അവരവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കട്ടെ ഭഗവാൻ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.